യേശുവായുടെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഇസ്ലാമിക സൗഹൃദത്തിൽ പതിയിരിക്കുന്ന മരണങ്ങൾ. ഈ ശീർഷകം കേട്ട് ആരും പുരികം വളയ്ക്കുകയോ അതിശയിക്കുകയോ വേണ്ട. കാരണം യാതൊരു മായവും ചേർക്കാത്ത സത്യമാണിത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും അനുഭവം ആർക്കെങ്കിലും പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ ഇത് മുഴുവൻ കേട്ടതിന് ശേഷം ആ അനുഭവം വെളിപ്പെടുത്തുക. എന്നാൽ മനോവ പറയുന്നു, ഇസ്ലാമുമായി സൗഹൃദത്തിൽ കഴിയുന്ന ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ മരണം ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓരോ ക്രൈസ്തവനും മുന്നിൽ കാണേണ്ടതായ 2 തരം മരണങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ പഠനം ആരംഭിക്കാം. 2016 ജനുവരി മാസത്തിൽ മനോവ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ഇവിടെ ഈ ശബ്ദ സന്ദേശം നൽകുന്നത്. ശാരീരിക മരണവും ആത്മീയ മരണവും എന്നിങ്ങനെ മരണത്തെ 2ആയി തരംതിരിക്കാം. ശാരീരികമായ മരണത്തെക്കുറിച്ച് അറിയാത്തവരായി നമ്മിൽ ആരും ഉണ്ടാവുകയില്ല. എന്നാൽ മറ്റൊരു മരണമായ ആത്മീയ മരണത്തെക്കുറിച്ച് പലർക്കും വേണ്ട വിധം അറിവില്ല. ആത്മാവിനേക്കാൾ ഉപരിയായി ശരീരത്തെ പരിഗണിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആത്മീയ മരണത്തെ ഗൗനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധമൊന്നുമില്ലാത്തതും എന്നാൽ വിഷയത്തിലേക്ക് കടന്നു വരാൻ സഹായകരമാകുന്നതുമായ ഒരു ബൈബിൾ വാക്യം ഇവിടെ കുറിക്കാം. ആ വാക്യം ഇതാണ്: ദുർമോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അപ്പോസ്തലനായ യാക്കോബ് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. അപ്പോസ്തലനായ യാക്കോബ് ഇവിടെ ഒരു മരണത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തലൻ വെളിപ്പെടുത്തിയ ഈ മരണം ശാരീരികമായ മരണമല്ല, മറിച്ച് ഇതൊരു ആത്മീയ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസികളായ നാം എല്ലാവരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ വിഷയങ്ങളും വ്യത്യസ്തമാണ്. ദൈവത്തോട് നാം അപേക്ഷിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും അനുകൂലമായ ഉത്തരം പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല. അതിനുള്ള കാരണവും ബൈബിൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. നമ്മുടെ ആത്മീയതയെ ഉന്മൂലനം ചെയ്യാൻ സാധ്യതയുള്ള നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ അത് തിരസ്കരിക്കപ്പെടുന്നത് അവിടുത്തേക്ക് നമ്മോട് കരുതലുള്ളതുകൊണ്ടാണ്. എന്നാൽ ഈ കരുതലിനെ തിരിച്ചറിയാത്തവർ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിനെ പ്രതി നിരാശരാകുകയും ആത്മീയതയിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുന്നു. നിരന്തരമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയിട്ടും ഉത്തരം ലഭിക്കാത്തവർ ആത്മീയമായ മരണത്തിലേക്ക് വഴുതി വീണിട്ടുണ്ട്. ഈ വചനവും കൂടി സ്മരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. നിരന്തരമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയിട്ടും അനുകൂലമായ ഉത്തരം ലഭിക്കാത്ത അനേകരുണ്ട്. തങ്ങളുടെ ആത്മീയതയ്ക്ക് ഗുണകരമല്ലാത്ത പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കാതെ വരുമ്പോൾ ആത്മീയതയിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരും കുറവല്ല. ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഭൗതിക വ്യക്തികളായി തീർന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇതാണ് ആത്മീയ മരണത്തിൻ്റെ ഒരു രൂപം. ആത്മീയ മരണം ഇതുമാത്രമാണെന്ന് ധരിക്കരുത്. അവയെല്ലാം ഇവിടെ വിവരിക്കുക എന്നതല്ല ഈ ലേഖനത്തിലൂടെ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ആയതിനാൽ കൂടുതൽ വിവരണങ്ങൾക്കായി ഈ വിഷയത്തെ കീറി മുറിക്കുന്നുമില്ല. ശാരീരികമായ മരണം പോലെ തന്നെ ആത്മീയമായ മരണവും ഉണ്ടെന്നതിൻ്റെ വ്യക്തതയാണ് ബൈബിളിൽ നാം കണ്ടത്. ആത്മീയ മരണത്തിൻ്റെ ഒരു കാരണം മാത്രമാണ് ഇവിടെ നാം മനസ്സിലാക്കിയത്. എന്നാൽ ആധ്യാത്മിക മരണത്തിനു കാരണമാകുന്ന അനേകം വിഷയങ്ങളുണ്ട്.
അതിൽ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഈ പഠനം നമുക്ക് തുടരാം. ആത്മാവിന് മരണമില്ലെങ്കിലും ആത്മീയതയ്ക്കു മരണമുണ്ട്. ഈ വചനം ശ്രദ്ധിക്കുക. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. മത്തായി എഴുതിയ ക്രിസ്തുവിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഭൂമിയിലെ നമ്മുടെ വൈരികൾക്ക് ശരീരത്തെ കൊല്ലാൻ കഴിഞ്ഞേക്കാം, എന്നാൽ ആത്മാവിനെ അവർക്ക് കൊല്ലാൻ കഴിയില്ല. ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ അധികാരമുള്ള യേശുവായുടെ വചനത്തെയാണ് നാം ഭയപ്പെടേണ്ടതെന്ന മുന്നറിയിപ്പാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നീതിമാനായ ഒരു വ്യക്തിയെ നരകത്തിനിരയാക്കുന്ന നീതിരഹിതനായ വിധിയാളനല്ല യേശുവ മശിഹ എന്ന കാര്യം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഒരുവന്റെ ശരീരവും ആത്മാവും നരകത്തിനിരയാകുന്നത് അവൻ്റെ പാപത്തിൻ്റെ പരിണിതഫലമായി ലഭിക്കുന്ന ശിക്ഷയാണ്. രക്ഷയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുന്നവൻ ചെന്നു പതിക്കുന്ന ദുരന്തമാണ് ശിക്ഷ. അതായത് നിത്യജീവനിലേക്കുള്ള ഏക മാർഗത്തെ നിഷേധിക്കുകയോ സ്വീകരിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്നവരുടെ ഓഹരി നിത്യശിക്ഷയാണ്. യേശുവ മശിഹായെ അറിയുകയും ഏകരക്ഷകനായി അവനെ സ്വീകരിച്ച് ഏറ്റുപറയുകയും ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി നിത്യജീവന് ഓഹരി ലഭിച്ചവനായി മാറുന്നു. ഇപ്രകാരം നിത്യരക്ഷയിലേക്ക് കടന്നു വന്ന ഒരുവന് ഈ രക്ഷയെ നിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. കാരണം തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഓരോ വ്യക്തികളിലും നിക്ഷിപ്തമാണെന്ന് വചനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം വായിക്കുന്നു. ആദിയിൽ യാഹ്വേ മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നാം വായിക്കുന്ന മരണമാണ് ആത്മീയ മരണം. നിത്യജീവൻ തിരഞ്ഞെടുക്കാത്തവർക്ക് ലഭിക്കുന്നത് നിത്യമായ മരണമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ആത്മീയ മരണം ഒരുവനെ ഗ്രസിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണെന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. മരണം ഭൂമിയിലേക്ക് കടന്നു വന്നത് പാപത്തിലൂടെയാണെന്ന് നമുക്കറിയാം. ശാരീരികമായ മരണം മാത്രമായിരുന്നില്ല ഇപ്രകാരം ലോകത്തെ ഗ്രസിച്ചത്. ബൈബിൾ പരിശോധിക്കുന്നവർക്ക് ഈ യാഥാർത്ഥ്യം വ്യക്തമാകും. ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പാപത്തോടെയോ അതുവഴിയുള്ള മരണത്തോടെയോ ആയിരുന്നില്ല. പാപം മൂലം മനുഷ്യൻ സ്വയം വരുത്തിവെച്ച ദുരന്തമായിരുന്നു മരണം. ഈ മരണം ശാരീരിക മരണം മാത്രമായിരുന്നുവെങ്കിൽ യേശുവ ഇതിന് പരിഹാരം ചെയ്തതിലൂടെ ഈ മരണം എന്നേക്കുമായി നീങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ അത് സംഭവിച്ചിട്ടില്ലെന്ന് നമുക്കറിയാം. ആയതിനാൽ യേശുവായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മരണാനന്തരമുള്ള നിത്യജീവനാണ്. അത് യേശുവായിലൂടെ മാത്രം ലഭ്യമാകുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാകുന്നു. അപ്പസ്തോലനായ യോഹന്നാൻ ഇപ്രകാരം വ്യക്തമാക്കിയിരിക്കുന്നു: ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ. അതായത് യേശുവായെ സ്വന്തമാക്കിയതിലൂടെ ജീവൻ സ്വന്തമാക്കിയവരും അവിടുത്തെ സ്വന്തമാക്കാത്ത കാരണത്താൽ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടവരുമായ 2 വിഭാഗം ജനങ്ങളാണ് ഈ ഭൂമുഖത്ത് വസിക്കുന്നത്. നിത്യജീവനെ സംബന്ധിച്ചുള്ള മറ്റൊരു വചനം ഇതാണ്: ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുവ മശിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ
എഴുതിയ ക്രിസ്തുവിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമുക്ക് മുമ്പിൽ ദൈവം വച്ചിരിക്കുന്ന ജീവനും മരണവും എന്ന രണ്ടവസ്ഥകളിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാൻ നമുക്ക് അവസരമുണ്ട്. ജീവനെ തിരഞ്ഞെടുക്കാനാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ യേശുവായെ തിരഞ്ഞെടുക്കുകയെന്ന ഒറ്റ പോംവഴി മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. യേശുവ തന്നെ ഈ സത്യം നമ്മോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. യോഹന്നാൻ എഴുതിയ യേശുവായുടെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. അവിടുന്ന് വീണ്ടും അരുളി ചെയ്യുന്നു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യോഹന്നാൻ എഴുതിയ യേശുവായുടെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. ശമരിയാക്കാരി സ്ത്രീയോട് യേശുവ പറഞ്ഞ വചനം കൂടി നോക്കുക. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. യോഹന്നാൻ എഴുതിയ ക്രിസ്തുവിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. ഈ ജീവൻ പ്രാപിക്കുന്നതിനുള്ള മാർഗവും യേശുവ ഉപദേശിച്ചിട്ടുണ്ട്. ഈ വചനം ശ്രദ്ധിക്കുക. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയിർപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ എഴുതിയ ക്രിസ്തുവിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാമത്തെ വാക്യം. യേശുവായെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യാത്തവർക്ക് നിത്യജീവൻ ഉണ്ടാകുകയെന്നത് പിതാവിൻ്റെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇത് പുത്രൻ്റെ ഇഷ്ടവുമല്ല. കാരണം അവിടുന്ന് വന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. യേശുവായെ യേശുവായെ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. മത്തായി അറിയിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് പിതാവിൻ്റെ ഇഷ്ടമെന്ന് നാം മനസ്സിലാക്കി. ഇപ്രകാരം ആയിത്തീരുന്നവർക്കുള്ള പിതാവിൻ്റെ സമ്മാനമാണ് നിത്യജീവൻ. പുത്രനിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിത്യജീവൻ സ്വന്തമാക്കുന്നത് പുത്രനെ സ്വന്തമാക്കുന്നതിലൂടെയാണ്. ഇക്കാരണത്താലാണ് കേപ്പ ഇപ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്: മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചാൽ അവർ നിങ്ങളുടെ നിത്യജീവൻ അപഹരിക്കുന്നതിനായി സാത്താനാൽ നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ്. എല്ലാ മതങ്ങളും സത്യദൈവത്തിലേക്കുള്ള വിവിധ മാർഗങ്ങളാണെന്ന നുണയുടെ വക്താക്കൾ നമുക്കിടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. നാം പ്രാപിച്ചിരിക്കുന്നതും അനേകർ പ്രാപിക്കേണ്ടതുമായ നിത്യജീവനെ നിഷേധിക്കുന്ന മരണത്തിൻ്റെ ദൂതരാണ് ഇക്കൂട്ടർ. ഇവരെക്കുറിച്ചാണ് യേശുവ ഇപ്രകാരം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്: കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. മത്തായി അറിയിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 13-14 വാക്യങ്ങൾ. യേശുവായിലൂടെയുള്ള ഏകരക്ഷ നിഷേധിക്കുന്നവർ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ നിലകൊള്ളുന്നവരും സ്വർഗരാജ്യത്തിൻ്റെ ശത്രുക്കളുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ തിരുഹിതം ഇതാണ്: എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. ഇതിന് വിഘാതമായി പ്രവർത്തിക്കുന്നവർ സത്യത്തിനെതിരെയാണ് നിലകൊള്ളുന്നത്. പാപത്തിൽ നിലകൊണ്ടാലും നിത്യജീവൻ പ്രാപിക്കാമെന്ന വാഗ്ദാനവുമായി സുവിശേഷം പ്രഘോഷിക്കുന്ന കച്ചവടക്കാർ നമുക്കിടയിലുണ്ടെന്ന് നാം മറക്കരുത്. ശാരീരിക മരണത്തെക്കാൾ ആത്മീയ മരണം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. ശാരീരിക മരണത്തെ സംബന്ധിച്ചുള്ള ഒരു വിവരണം ഇവിടെ ആവശ്യമാണെന്ന് മനോവ കരുതുന്നില്ല. എന്നാൽ ആത്മീയ മരണത്തെക്കുറിച്ചുള്ള പഠനം തികച്ചും അനിവാര്യമാണ്. ആത്മീയ മരണം എന്താണെന്നുള്ളത് ഓരോ ക്രൈസ്തവനും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. കാരണം
ഇത് ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്നതാണ് ആത്മീയ മരണമെന്ന് മനോവോ പറയുമ്പോൾ ആരും അതിൽ അതിശയിക്കേണ്ടതില്ല. എന്തെന്നാൽ അതുതന്നെയാണ് യാഥാർത്ഥ്യം. ആത്മീയ മരണം ഒരുവനിൽ സംഭവിക്കണമെങ്കിൽ അത്യാവശ്യമായി അവനിൽ ഉണ്ടായിരിക്കേണ്ടത് ആത്മീയ ജീവനാണ്. ജഡമായി ജനിക്കുന്ന ഒരുവൻ ആത്മാവിൽ ജനിക്കുമ്പോൾ മാത്രമാണ് അവൻ ജീവൻ പ്രാപിക്കുന്നത്. യേശുവായുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. യോഹന്നാൻ അറിയിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. നശ്വരതയിൽ ജനിക്കുന്ന ഒരുവൻ അനശ്വരതയിൽ വീണ്ടും ജനിക്കുമ്പോൾ മാത്രമാണ് ജീവനുള്ളവനായി മാറുന്നത്. ഈ വചനം നോക്കുക. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുമ്പോഴാണ് ഒരുവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് യേശുവായുടെ മരണത്തോട് ഐക്യപ്പെടുത്തുന്ന ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ ജീവൻ പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ ജ്ഞാനസ്നാനത്തിൽ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവർ നിത്യജീവനിൽ നിന്ന് അകന്നു പോവുകയാണെന്ന യാഥാർത്ഥ്യം ചിലരെങ്കിലും മനസ്സിലാക്കുന്നില്ല. ശാരീരികമായ മരണം ഒരുവനെ ഗ്രസിക്കുന്നത് പോലെ തന്നെയാണ് ആത്മീയ മരണവും മനുഷ്യനെ കീഴടക്കുന്നത്. രോഗശയ്യയിൽ കിടന്ന് മരണത്തെ വരിക്കുന്നവരും പെട്ടെന്നുള്ള അപകടത്തിലൂടെ മരണപ്പെടുന്നവരും ഉള്ളതുപോലെ തന്നെ രോഗശയ്യയും നനച്ചിരിക്കാത്ത സമയത്തുള്ള അപകടങ്ങളുമൊക്കെ ആത്മീയ മരണത്തിനും സംഭവിക്കാം. ജ്ഞാനസ്നാനം സ്വീകരിക്കാത്ത ഒരു വ്യക്തി നിത്യജീവൻ പ്രാപിക്കാത്തതുകൊണ്ട് തന്നെ ആത്മീയമായി അവൻ ജഡാവസ്ഥയിലാണ്. ആയതിനാൽ വിജാതീയനായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ മരണം ബാധകമല്ല, അവൻ നിത്യശിക്ഷയിൽ തന്നെയാണ്. ഈ യാഥാർത്ഥ്യം മറച്ചു വച്ചുകൊണ്ട് ഇവരെ വഞ്ചിക്കുന്നവർ ക്രൈസ്തവ സഭകളിലുണ്ട്. യേശുവായിലൂടെ ജീവൻ പ്രാപിക്കാനുള്ള അവസരം വിജാതീയരോട് പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഓരോ ക്രൈസ്തവനിലും ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം തിരിച്ചറിയാതെ ഇവർ മൃതരായ അവസ്ഥയിൽ തുടരുന്നുവെങ്കിൽ ഇവർക്ക് ജീവൻ നിഷേധിച്ചവരുടെ ജീവൻ അപകടത്തിലാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ ജീവനെക്കുറിച്ചുള്ള അറിവ് നൽകിയിട്ടും അത് സ്വീകരിക്കാൻ കൂട്ടാക്കാതെ അവർ മരണത്തിൽ തുടർന്നാൽ അവരുടെ മരണത്തിൽ അവർ മാത്രമായിരിക്കും ഉത്തരവാദികൾ. നാം നമ്മുടെ ജീവൻ നിലനിർത്തും. സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കാൻ യേശുവ ആഹ്വാനം ചെയ്തത് സകലർക്കും ജീവൻ നൽകാൻ അവിടുന്ന് അഭിലഷിക്കുന്നത് കൊണ്ടാണ്. ഈ അഭിലാഷത്തിന് അനുസരണമായി വർത്തിക്കുക എന്നതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്തം. യേശുവായുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. യോഹന്നാൻ അറിയിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം. ആരെയൊക്കെയാണ് പിതാവ് പുത്രനായി നൽകിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ സകലരെയും നാം അറിയിക്കേണ്ടിയിരിക്കുന്നു. നാം അറിയിക്കുന്ന സുവിശേഷം ശ്രവിക്കുന്നവരിൽ പിതാവിൻ്റെ ആകർഷണം ലഭിച്ചിട്ടുള്ളവർ യേശുവായുടെ അരികിൽ വരികയും ജീവൻ പ്രാപിക്കുകയും ചെയ്യും. ആധ്യാത്മിക അപകടങ്ങളെക്കുറിച്ചും ആധ്യാത്മിക രോഗങ്ങളെക്കുറിച്ചും നാം അറിവുള്ളവരായിരിക്കണം. രോഗങ്ങളും അപകടങ്ങളുമൊക്കെ ശരീരത്തിൻ്റെ മരണത്തിന് കാരണങ്ങളാകുമെന്ന് നമുക്കറിയാം. എന്നാൽ മരണകരമായ രോഗങ്ങളും അപകടങ്ങളും ആത്മീയതയിൽ സംഭവിക്കുമെന്ന തിരിച്ചറിവ് അധികം ആളുകൾക്കില്ല. ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗങ്ങളും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന അപകടങ്ങളുമൊക്കെ ഉള്ളതുപോലെ ആത്മാവിനെ കാർന്നു തിന്നുന്ന രോഗങ്ങളും പ്രതീക്ഷിക്കാത്ത സമയത്ത് കള്ളനെപ്പോലെ കടന്നു വരുന്ന മരണവും ആധ്യാത്മികതയിൽ കുറവല്ല. യാഥാർത്ഥ്യം ഇതാണെങ്കിലും ശരീരത്തിൻ്റെ സുരക്ഷിതത്വത്തിന് നൽകുന്ന പ്രാധാന്യം ആത്മാവിൻ്റെ കാര്യത്തിൽ നൽകാത്തവരാണ് അധികവും. ആധ്യാത്മികതയിൽ വന്നു ഭവിക്കാവുന്ന രോഗങ്ങളെയും അപകടങ്ങളെയും മനസ്സിലാക്കിയതിന് ശേഷം യഥാർത്ഥ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാരണം നാം പ്രവേശിക്കാൻ പോകുന്ന വിഷയത്തെ പൂർണ്ണതയിൽ ഗ്രഹിക്കാൻ ഈ വിവരണം അനിവാര്യമാണ്. ബൈബിളിലെ ഒരു തിരുവെഴുത്ത് ശ്രദ്ധിക്കുക.
നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം. ബൈബിളിലെ മറ്റൊരു ഉപദേശം ഇങ്ങനെ വായിക്കുന്നു: ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനോളം ദൈവം വിലമതിക്കുന്ന മറ്റൊന്നുമില്ല. അത്രമാത്രം പ്രാധാന്യമുള്ള ഈ ആത്മാവിന് മരണം സംഭവിച്ചാൽ അതിനേക്കാൾ വലിയ നഷ്ടം മറ്റെന്താണുള്ളത്? ഇവിടെ സ്വാഭാവികമായും ഉയരാൻ സാധ്യതയുള്ള ഒരു മറുചോദ്യം ഇതാണ്: ആത്മാവിന് മരണമുണ്ടോ? ആത്മാവിന് മരണമില്ലാത്തതു തന്നെയാണ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരുടെ ഏറ്റവും ദാരുണമായ അവസ്ഥ. മരണമുണ്ടായിരുന്നെങ്കിൽ മരണത്തോടെ എല്ലാം അവസാനിക്കുമായിരുന്നു. എന്നാൽ നിത്യജീവന് യോഗ്യത ലഭിക്കാത്ത ആത്മാക്കൾ അനുഭവിക്കാനിരിക്കുന്നത് നിത്യമായ ശിക്ഷയുടെ ഭീകരതയാണ്. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിലൂടെ മനോവ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? എന്താണ് ആത്മാവിൻ്റെ മരണമെന്ന് നമുക്ക് പരിശോധിക്കാം. ജീവൻ നൽകുന്നത് യേശുവായാണെന്ന് വചനത്തിലൂടെ നാം മനസ്സിലാക്കി. അവിടുന്ന് നൽകുന്ന ഈ ജീവനാണ് നിത്യജീവൻ. എന്നാൽ ആർക്കും ഇല്ലാതാക്കാൻ കഴിയാത്ത ആത്മാവ് ഓരോ വ്യക്തികളിലും വസിക്കുന്നുണ്ട്. ശരീരം മൃതമാകുമ്പോഴും ഈ ആത്മാവ് അങ്ങനെ തന്നെ നിലനിൽക്കും. ഒന്നുകിൽ നിത്യജീവനിലേക്കോ അല്ലെങ്കിൽ നിത്യശിക്ഷയിലേക്കോ ഈ ആത്മാവ് പ്രവേശിക്കും. യേശുവ അവിടുത്തെ ആത്മാവിനെ നമ്മുടെ ആത്മാവിനോട് ചേർത്ത് വച്ചതിലൂടെ നാം ജീവനുള്ളവരായി തീർന്നു. ഈ ആത്മാക്കൾക്ക് മാത്രമാണ് നിത്യജീവനിലേക്ക് പ്രവേശനാനുമതി ലഭിക്കുന്നത്. ഇക്കാരണത്താലാണ് യേശുവ ഇപ്രകാരം പ്രഖ്യാപിച്ചത്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജഡത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യോഹന്നാൻ അറിയിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവിക ജീവൻ പ്രാപിച്ചതിന് ശേഷം അത് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയെയാണ് ആത്മീയ മരണം അഥവാ ആത്മാവിൻ്റെ മരണം എന്നതുകൊണ്ട് മനോവ ഉദ്ദേശിച്ചത്. ഇതിന് കാരണമാകാവുന്ന രോഗങ്ങളും അപകടങ്ങളും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആധ്യാത്മിക രോഗങ്ങൾ, ആധ്യാത്മിക അപകടങ്ങൾ എന്നിവ. യേശുവായെ സ്വന്തമാക്കിയവരാണ് ജീവൻ സ്വന്തമാക്കിയതെങ്കിൽ യേശുവായെ സ്വീകരിച്ചതിന് ശേഷം അവിടുത്തെ നഷ്ടപ്പെടുത്തുന്നവരാണ് ജീവനെ നഷ്ടപ്പെടുത്തിയവർ. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന വ്യക്തികളെ 3 വ്യത്യസ്ത ഗണങ്ങളായി തിരിക്കാം: ജീവനെ സ്വന്തമാക്കിയവർ, ജീവനെ സ്വന്തമാക്കാത്തവർ, ജീവനെ നഷ്ടപ്പെടുത്തിയവർ എന്നിങ്ങനെയാണ് ഈ 3 ഗണങ്ങൾ. ജീവനെ സ്വന്തമാക്കിയ കൂട്ടരോടുള്ള പൗലോസ് അപ്പസ്തോലൻ്റെ ഉപദേശം ഇതാണ്: ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യം. ജീവനിൽ നിന്ന് മരണത്തിലേക്ക് വീഴാനുള്ള സാധ്യതയാണ് അപ്പസ്തോലൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആയതിനാൽ ജീവനെ സ്വന്തമാക്കിയവരെയും ജീവനെ നഷ്ടപ്പെടുത്തിയവരെയും നാം ഇവിടെ പരിശോധിക്കുകയാണ്. ജീവൻ നഷ്ടമാകാൻ കാരണമാകുന്ന രോഗങ്ങളെയും അപകടങ്ങളെയും മനസ്സിലാക്കുക എന്നതിലൂടെ ജീവൻ നിലനിർത്താൻ നമുക്ക് സാധിക്കും. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവൻ നഷ്ടപ്പെടുന്നത് പാപത്തിലൂടെയാണ്. ജീവൻ പൂർണ്ണമായി നഷ്ടപ്പെടുമ്പോൾ അത് മരണത്തിൽ കലാശിക്കുമെന്ന് നമുക്കറിയാം. ശാരീരികമായ ഈ സാധ്യത തന്നെയാണ് ആധ്യാത്മികതയിലും ഉള്ളത്. അപ്പസ്തോലനായ യാക്കോബ് നൽകിയ ഉപദേശം ഗ്രഹിക്കാനുള്ള കഴിവിലേക്ക് നാം ഇപ്പോൾ വളർന്നിരിക്കുന്നു. ആരംഭത്തിൽ നാം ശ്രമിച്ച ആ ഉപദേശം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. ദുർമോഹം ഒരുവനിൽ പാപമായി രൂപമെടുക്കുകയും ഈ പാപത്തിൻ്റെ പൂർണ്ണതയിൽ മരണം അവനെ ഗ്രസിക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയിൽ ഉടലെടുക്കുന്ന പാപത്തെ ആരംഭത്തിൽ തന്നെ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്താൽ മരണത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ കഴിയും.
രോഗത്തെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ കണ്ടെത്തുക എന്നതാണ് ചികിത്സയുടെ ഫലപ്രാപ്തിക്ക് ഉത്തമമായിട്ടുള്ള കാര്യം. ചില രോഗങ്ങൾ മരണകരമല്ലെങ്കിലും ആരോഗ്യത്തെ അത് സാരമായി ബാധിക്കുന്നത് പോലെ ആത്മാവിൻ്റെ ആരോഗ്യത്തെ ഗുരുതരമായി സ്വാധീനിക്കുന്ന രോഗങ്ങളുമുണ്ട്. ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ മരണകരവും അല്ലാത്തതുമായവ ഉള്ളതുപോലെ തന്നെ ആത്മാവിൻ്റെ രോഗത്തിനും കാരണമാകുന്ന പാപങ്ങളിലും ഇവ രണ്ടുമുണ്ട്. ഈ വെളിപ്പെടുത്തൽ നോക്കുക. മരണത്തിന് അർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ, അവന് ജീവൻ നൽകും. മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണിത്. മരണാർഹമായ പാപവുമുണ്ട്. അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ അധർമ്മവും പാപമാണ്, എന്നാൽ മരണാർഹമല്ലാത്ത പാപവുമുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ. മരണാർഹമായതും മരണാർഹമല്ലാത്തതുമായ പാപങ്ങൾ ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. മരണാർഹമായ പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയെ ചികിത്സിക്കുന്നതും ഒന്നുപോലെയാണ്. മരണത്തിന് അർഹമായ പാപങ്ങളെക്കുറിച്ചുള്ള അറിവില്ലാത്ത അനേകം ആളുകൾ വിശ്വാസികളുടെ ഇടയിലുണ്ട്. അപകടകരമായ ഈ അവസ്ഥയെക്കുറിച്ച് അറിവ് നൽകാൻ പ്രാപ്തരായ അധ്യാപകരുടെ അഭാവമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഏതൊക്കെയാണ് മരണാർഹമായ പാപങ്ങൾ? മരണാർഹമായ പാപങ്ങൾ ഉണ്ടെങ്കിൽ അവ ഏതൊക്കെയാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ധിക്കരിക്കുന്നതിനെ ആണ് പാപമെന്ന് വിളിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന വിശദീകരണം ശ്രദ്ധിക്കുക. ആകയാൽ നാം എന്താണ് ചെയ്യേണ്ടത്? നിയമം പാപമാണെന്നോ? ഒരിക്കലുമില്ല. എങ്കിലും നിയമമില്ലാതിരുന്നുവെങ്കിൽ ഞാൻ പാപം എന്താണെന്ന് അറിയുമായിരുന്നില്ല. എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു. നിയമത്തിൻ്റെ അഭാവത്തിൽ പാപം നിർജീവമാണ്. ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു. എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാകുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യം. നിയമം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പാപം ഉണ്ടായിരുന്നുവെങ്കിലും പാപം മൂലമുള്ള ശിക്ഷ കടന്നു വന്നത് നിയമം നൽകപ്പെട്ടതിന് ശേഷമാണ്. നിയമം നൽകപ്പെടുന്നത് വരെ പാപത്തിന് ശിക്ഷ ഉണ്ടായിരുന്നില്ല. അതായത് മുൻകാല പ്രാബല്യത്തോടെ ആയിരുന്നില്ല നിയമം നൽകപ്പെട്ടത്. അപ്പസ്തോലൻ ഇപ്രകാരം തുടരുന്നു: നിയമം വിശുദ്ധം തന്നെ, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 12-ാം വാക്യം. പാപം ഇല്ലാത്ത അവസ്ഥയിൽ നിയമത്തിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് പാപം കടന്നു വന്നപ്പോൾ നിയമം നൽകപ്പെട്ടു. പാപം മൂലം മനുഷ്യൻ മരിക്കാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പാപത്തിൻ്റെ വേതനം മരണമാണ്, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ രക്ഷകനായ യേശുവ മശിഹ വഴിയുള്ള നിത്യജീവനും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 22-23 വാക്യങ്ങൾ. പാപം മൂലമുള്ള മരണത്തിനു നാം വിധേയരാകാതിരിക്കേണ്ടതിനാണ് ദൈവം നമുക്ക് നിയമം നൽകിയത്. ചില വസ്തുക്കൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന് നമ്മോട് വിരോധമുള്ളതുകൊണ്ടാണെന്ന് നാം കരുതുകയില്ല. എന്നാൽ അറിവില്ലാത്ത ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം നിയമം അവർക്കൊരു ബന്ധനമാണ്. നിയമത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അജ്ഞത മൂലം അതിനെ വെറുക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലെ പാപം മൂലം നഷ്ടപ്പെടുന്ന നിത്യജീവൻ്റെ വില തിരിച്ചറിയാത്തവർ ദൈവിക നിയമങ്ങളെയും ബന്ധനമായി കരുതും. എന്നാൽ നിത്യജീവനെക്കുറിച്ചുള്ള അറിവിൽ പൂർണ്ണത പ്രാപിച്ചവർ നിയമത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യും. നിയമത്തെക്കുറിച്ച് മോശയുടെ ഉപദേശം ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല.
നിങ്ങളുടെ ജീവനാണിത്. മോശയുടെ നിയമഗ്രന്ഥം 32-ാം അധ്യായം 46-47 വാക്യങ്ങൾ. നിയമലംഘനം മരണത്തിന് കാരണമാകും എന്നതുകൊണ്ടാണ് നിയമത്തെ ജീവനായി കരുതാൻ മോശ ഉപദേശിച്ചത്. നിസ്സാരമെന്ന് കരുതുന്ന നിയമങ്ങൾ പോലും അവഗണിക്കപ്പെടാൻ പാടില്ലെന്ന ഉപദേശം യേശുവായുടെ വാക്കുകളിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. അവിടുത്തെ വചനം ഇതാണ്: ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. മത്തായി അറിയിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. നിയമലംഘനങ്ങളെല്ലാം പാപമാണെങ്കിൽ കൂടി അവയെല്ലാം മരണകരമായ പാപമാകുന്നില്ല. അതുകൊണ്ട് തന്നെ മരണകരമായ പാപങ്ങൾ എന്താണെന്ന് അറിയുകയും അവയെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ദൈവമായ യാഹ്വേ നൽകിയ പ്രമാണങ്ങളെ 2 ഗണങ്ങളായി തിരിച്ചാൽ മരണകരമായ പാപങ്ങളെയും മരണകരമല്ലാത്ത പാപങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. 10 പ്രമാണങ്ങളിൽ ഏതാണ് സുപ്രധാനമായ കൽപ്പനയെന്ന ചോദ്യവുമായി ഒരു നിയമജ്ഞൻ ഒരിക്കൽ യേശുവായെ സമീപിച്ചു. അവിടുന്ന് അവന് നൽകിയ ഉത്തരം ഇതായിരുന്നു: ഇതാണ് 1-ാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ യാഹ്വേയാണ് ഏക ദൈവം. നീ നിന്റെ ദൈവമായ യാഹ്വേയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. 2-ാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. മർക്കോസ് അറിയിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഈ 2 കൽപ്പനകളിൽ സകല നിയമങ്ങളും അടങ്ങിയിരിക്കുന്നു. അതായത് 10 പ്രമാണങ്ങളുടെയും അന്തസത്ത ഉൾക്കൊള്ളുന്നത് ഈ 2 പ്രമാണങ്ങളിലാണ്. 10 പ്രമാണങ്ങളിൽ ആദ്യത്തെ 3 ദൈവവുമായി ഒരു വ്യക്തിക്കുണ്ടാകേണ്ട ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ബാക്കിയുള്ള 7 പ്രമാണങ്ങളാണ് അയൽക്കാരനുമായി പുലർത്തേണ്ട സ്നേഹത്തെ സംബന്ധിക്കുന്നത്. 3ഉം 7ഉം പൂർണ്ണസംഖ്യകളാണെന്ന് നമുക്കറിയാം. പൂർണ്ണനായ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും പൂർണ്ണമാണ്. എന്നാൽ ചില സ്ഥാപിത ലക്ഷ്യങ്ങളുമായി നിലകൊള്ളുന്ന ആധുനിക സഭകൾക്ക് ഈ തിരിച്ചറിവ് ലഭിച്ചിട്ടില്ല. 4, 6 എന്നിങ്ങനെയുള്ള അപൂർണ സംഖ്യകൾ വരുന്ന വിധം പ്രമാണങ്ങളെ അവർ വിഭജിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിവരണത്തിലേക്ക് കൂടുതലായി കടന്നു പോകാൻ ഈ അവസരത്തിൽ മനോവ ആഗ്രഹിക്കുന്നില്ല. 10 പ്രമാണങ്ങളുടെയും അന്തസത്ത ചോർന്നു പോകാതെ അവയെ 2 ഗണങ്ങളായി വിഭജിച്ചത് യേശുവായാണെന്ന് നാം കണ്ടു. ഇവയ്ക്ക് 1ഉം 2ഉം സ്ഥാനങ്ങളും അവിടുന്ന് നൽകി. 1-ാമത്തെ കൽപ്പനയെന്ന മുഖവരയോടെ യേശുവ അറിയിച്ച പ്രമാണമാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. ഈ കൽപ്പനയ്ക്കെതിരെ ഒരുവൻ ചെയ്യുന്ന പാപമാണ് മരണകരമായ പാപം. അതായത് സത്യദൈവത്തെ അറിഞ്ഞതിന് ശേഷം അവിടുത്തെ ഉപേക്ഷിക്കുകയോ അവിടുത്തോട് തുല്യരായി അന്യദേവന്മാരെ പരിഗണിക്കുകയോ ചെയ്യുന്നവർ മരണത്തെ സ്വയം വരിച്ചവരാകുന്നു. ഇത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും ദൈവത്തിന് സ്വീകാര്യമല്ല. ഇക്കാരണത്താലാണ് അപ്പസ്തോലനായ യോഹന്നാൻ അങ്ങനെയൊരു സൂചന നമുക്ക് നൽകിയത്. സത്യദൈവമായ യാഹ്വേയുമായി നാം പുലർത്തേണ്ട ബന്ധവും ഈ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ഘടകങ്ങളും എന്താണെന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരണം മുൻപ് തന്നെ മനോവ നൽകിയിട്ടുണ്ട്. 1ഉം 2ഉം 3ഉം പ്രമാണങ്ങളുടെ വിവരണം ദൈവകൽപ്പനകൾ എന്ന മനോവ വെബ്സൈറ്റിലെ ലിങ്കിൽ നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ഈ ലേഖനത്തിൻ്റെ പൂർണ്ണതയ്ക്കായി ഒരു ചെറു വിവരണം ഇവിടെ നൽകാം. യാഹ്വേയെ കൂടാതെ മറ്റു ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ യാഹ്വേ. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ
ഞാൻ നിന്റെ ദൈവമായ യാഹ്വേ അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മരണകരമായ 3 പാപങ്ങളിൽ ഒന്നാമത്തേത് ഈ കൽപ്പനയുടെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രമാണത്തെ ലംഘിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് സാത്താൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. യാഹ്വേയുടെ തിരുനാമത്തെ വികലമാക്കുകയും മലിനമാക്കുകയും ചെയ്യുക എന്നതാണ് 1-ാം പ്രമാണത്തിൻ്റെ ലംഘനത്തിന് തുല്യമായ മറ്റൊരു പാപം. 1ഉം 2ഉം പ്രമാണങ്ങളുടെ ആഴം ചുരുങ്ങിയ വാക്കുകളിൽ വിവരിക്കാൻ കഴിയുന്നവയല്ല. വളരെ വിശാലമായ മാനങ്ങളുള്ള ഇവയെ ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തികൾ നേതാക്കന്മാരുടെയും ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെയും വേഷത്തിൽ സഭകളിൽ കടന്നുകൂടി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇക്കൂട്ടരുടെ സ്വാധീന വലയത്തിൽ കുരുങ്ങിക്കിടക്കുന്നവരായി സഭാസമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. വിജാതിയർ അവരുടെ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനായി ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവയിൽ ഏതെങ്കിലും സത്യദൈവമായ യാഹ്വേയ്ക്ക് വേണ്ടി അനുകരിക്കുന്നത് അവിടത്തേക്ക് നിന്ദ്യമാണ്. കാരണം വിജാതിയർ ആരാധിക്കുന്ന അവരുടെ ദേവന്മാർ പിശാചുക്കളാണെന്ന സത്യം യാഹ്വേയ്ക്ക് അറിയാം. പരിശുദ്ധാത്മാവ് തന്നെ ഈ അറിവ് നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തൽ നോക്കുക. വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 20-ാം വാക്യം. അങ്ങനെയെങ്കിൽ യാഹ്വേയെ ആരാധിക്കാനായി പിശാചുക്കൾക്ക് അർപ്പിക്കുന്ന ആരാധനാ രീതികളെ അനുകരിക്കുന്നത് എത്രത്തോളം നിന്ദ്യമാണെന്ന് നാം മനസ്സിലാക്കണം. ഈ കാരണത്താലാണ് ഇങ്ങനെ ഒരു കൽപ്പന ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ദൈവമായ യാഹ്വേയെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. മോശയുടെ നിയമഗ്രന്ഥം 12-ാം അധ്യായം 31-ാം വാക്യം. തനിക്ക് ഇപ്രകാരമുള്ള ആരാധനകൾ നിന്ദ്യമാണെന്ന മുന്നറിയിപ്പ് ദൈവം നൽകിയിട്ടും ഞങ്ങൾ ഇങ്ങനെയേ ആരാധിക്കൂ എന്ന വാശി പിടിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത ആരാധനകൾ അവിടത്തേക്ക് അർപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ അവിടുന്ന് തയ്യാറാകില്ലെന്ന ഉത്തമ ബോധ്യത്തോടെയല്ലേ ഈ അർപ്പണങ്ങൾ? ദൈവത്തിന് മ്ലേച്ഛമായവ അവിടത്തേക്ക് വേണ്ടി അർപ്പിക്കുന്നത് വഴി അവിടുത്തെ പ്രകോപിപ്പിക്കുക എന്ന ദുഷ്ടലാക്ക് ഇതിനു പിന്നിലുണ്ട്. ദൈവമായ യാഹ്വേ നമ്മോട് കൽപ്പിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വയ്ക്കണം. അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്. അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടയാവരുത്. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 13-ാം വാക്യം. അന്യദേവന്മാരുടെ നാമം സ്മരിക്കുകയോ പറയുകയോ ചെയ്യരുതെന്ന മുന്നറിയിപ്പ് അവിടുന്ന് നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കേണ്ടതിനാണ്. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നവരുടെ ലക്ഷ്യം നമ്മുടെ നാശമാണെന്ന് മറക്കരുത്. വിജാതിയരുമായുള്ള കൂട്ടുകെട്ടിലൂടെ ഈ കൽപ്പന ലംഘിക്കപ്പെടുന്നത് പലരും തിരിച്ചറിയുന്നില്ല. അവരുടെ മതപരമായ അഭിവാദനങ്ങൾക്ക് പ്രത്യഭിവാദനം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പരസ്യമായി ലംഘിക്കപ്പെടുന്നു. അവരുടെ ആഘോഷങ്ങളിൽ പങ്കാളികളാകുകയോ ആശംസകൾ നേരുകയോ ചെയ്യുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ലോകത്തിൻ്റെ സൗഹൃദത്തിനു വേണ്ടി നാം നഷ്ടപ്പെടുത്തുന്നത് ദൈവവുമായുള്ള ബന്ധമാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ജ്ഞാനം. പരിശുദ്ധാത്മാവ് ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്തു കൂട്ടുകെട്ടാണുള്ളത്? കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. ഇപ്രകാരം അരുളി ചെയ്യുവാനുണ്ടായ കാരണവും അവിടുന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മിശിഹായും ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് യാഹ്വേ അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയുമരുത്.
അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കും എന്ന് സർവശക്തനായ ദൈവം യാഹ്വേ അരുളി ചെയ്യുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 6 അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന് നമ്മോടൊപ്പം വസിക്കണമെങ്കിൽ അന്യദേവന്മാരുടെ സാന്നിധ്യമോ സ്വാധീനമോ നമ്മുടെ ഇടയിൽ ഉണ്ടാകുവാൻ പാടില്ല. കാരണം ദൈവം വെറുക്കുന്ന മ്ലേച്ഛതകളോടൊപ്പം അവിടത്തേക്ക് വസിക്കാൻ കഴിയില്ല. ഈ വചനം ശ്രദ്ധിക്കുക. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. ന്യായാധിപന്മാരുടെ പുസ്തകം 2 അധ്യായം 3 വാക്യം. ഇസ്രായേൽ ജനതയ്ക്ക് കെണിയായി പരിണമിച്ചത് ഈ പൈശാചിക ദേവന്മാരായിരുന്നു. ഇവറ്റകളുടെ സാന്നിധ്യം ഇസ്രായേലിൽ ഉണ്ടായിരുന്നപ്പോഴെല്ലാം യാഹ്വേ ഇവരിൽ നിന്ന് അകന്നു നിന്നു. അപ്പോഴൊക്കെ ഇവർ ശത്രുക്കൾക്ക് മുൻപിൽ തകർന്നടിഞ്ഞു. എന്തുകൊണ്ടായിരുന്നു ഈ തകർച്ചയെന്ന് നോക്കുക. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. അവ തങ്ങളുടെ സാമാനങ്ങളോട് കൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. യോശുവയുടെ പുസ്തകം 7 അധ്യായം 11-12 വാക്യങ്ങൾ. ആധുനിക ഇസ്രായേലിനും ഇതുതന്നെയാണ് സംഭവിച്ചത്. നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി ക്രിസ്ത്യാനികൾ മാറിയത് അവർ അന്യജാതികളിൽ നിന്ന് അപഹരിച്ചെടുത്ത മ്ലേച്ഛതകൾ മൂലമാണ്. വിജാതീയരുമായുള്ള സൗഹൃദത്തിൽ മറഞ്ഞിരിക്കുന്നതും വിശ്വാസിയുടെ ആത്മീയ മരണത്തിന് കാരണമായേക്കാവുന്ന ദുരന്തമാണ്. വിജാതീയരുമായുള്ള ബന്ധത്തിൽ പാലിക്കേണ്ട ജാഗ്രത. അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നതെന്തും മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത്. നിന്റെ മനസാക്ഷിയല്ല, അവൻ്റേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 10 അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അവിശ്വാസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സത്യദൈവമായ യാഹ്വയെ ആരാധിക്കാത്തവർ എന്നാണ്. യുക്തിവാദികൾ ഒഴികെ മറ്റെല്ലാവരും വിശ്വാസികളാണെന്ന പൊതുധാരണ പ്രചരിപ്പിക്കാൻ ആധുനിക ദൈവശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ള ദൈവമക്കൾക്ക് അവിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങൾക്കർപ്പിച്ച ആകാര സാധനങ്ങളോടുള്ള ആർത്തി മൂത്തവർ എഴുതിയുണ്ടാക്കിയ ദൈവശാസ്ത്രമല്ല ദൈവമക്കൾ പരിഗണിക്കേണ്ടത്. മറിച്ച് പ്രവാചകന്മാരും ക്രിസ്തുവും അപ്പസ്തോലന്മാരും നമ്മെ ഉപദേശിച്ച സ്വർഗീയ സത്യങ്ങളാണ്. നാസ്തികർ ഏതായാലും ഭക്ഷണ സാധനങ്ങൾ വിഗ്രഹത്തിന് അർപ്പിക്കുകയില്ലെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമെങ്കിലും ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകുമല്ലോ. വിജാതീയരുമായുള്ള എല്ലാത്തരം ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് ബൈബിൾ നമ്മോട് ഉപദേശിച്ചിട്ടില്ല. അതിനാൽ തന്നെ മനോവയും അങ്ങനെയൊരു ഉപദേശം നൽകുകയില്ല. നമ്മുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായവ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാത്തിടത്തോളം ആരുമായുള്ള ബന്ധവും നമുക്ക് തുടരാം. എന്നാൽ സൗഹൃദം നിലനിർത്തേണ്ടതിനായി വിശ്വാസപരമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരുന്ന ഏതൊരു ബന്ധവും നമ്മുടെ ആത്മീയ മരണത്തിന് കാരണമാകും. വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷണ സാധനങ്ങൾ കഴിക്കുവാനോ വിഗ്രഹാലയങ്ങളിൽ അവരോടൊപ്പം സന്ദർശനം നടത്താനോ കാരണമാകുന്ന ഒരു ബന്ധവും ക്രിസ്ത്യാനിക്ക് അനുവദനീയമല്ല. അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്യുന്ന അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടാകുന്നുവെങ്കിൽ ആ ബന്ധം വിച്ഛേദിക്കുക തന്നെ വേണം. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ അല്ലാതെ മറ്റൊരു നാമവും നാം സ്മരിക്കുകയോ ഏറ്റുപറയുകയോ ചെയ്യുന്നത് അവിടത്തേക്ക് സ്വീകാര്യമല്ല. അവർ അവരുടെ ദേവന്മാരെ പുകഴ്ത്തുകയോ എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് അവർ പറയുകയോ ചെയ്യുമ്പോൾ
ആ വാക്കുകളോട് മൗനം അവലംബിക്കുകയോ സമ്മതം മൂളുകയോ ചെയ്യുന്നതിലൂടെ ആ ദേവന്മാരെ അംഗീകരിക്കുകയാണ് നാം ചെയ്യുന്നത്. ബൈബിൾ നൽകുന്ന ഉപദേശം ശ്രദ്ധിക്കുക. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം. വിജാതീയനായ നിങ്ങളുടെ സുഹൃത്തിനോട് ഇപ്രകാരം ആയിരിക്കാൻ കഴിയുമെങ്കിൽ ആ ബന്ധത്തിൽ അപകടമില്ല. എന്നാൽ അവരുടെ അനീതി നിറഞ്ഞ വിശ്വാസങ്ങളെ എതിർക്കാനുള്ള ആർജവം നിങ്ങൾക്കില്ലെങ്കിൽ ആ ബന്ധം നിങ്ങളുടെ ആത്മീയ മരണത്തിന് കാരണമാകും. എല്ലാ വിജാതീയതയുടെയും അടിസ്ഥാനം അജ്ഞതയും അവരുടെ ആരാധനാമൂർത്തികൾ പിശാചുക്കളുമാണ്. എന്തെന്നാൽ സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഒരുവൻ മാത്രമാണ്. ആ ദൈവത്തിൻ്റെ നാമം അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യാഹ്വേ എന്ന നാമം വഹിക്കുന്ന ദൈവത്തെ അല്ലാതെ മറ്റാരെയെങ്കിലും ആരാധിക്കുന്നവർ സത്യദൈവത്തെ അല്ല സേവിക്കുന്നത്. ഇക്കാരണത്താലാണ് മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുതെന്ന കൽപ്പന അവിടുന്ന് നൽകിയത്. ആയതിനാൽ ദൈവത്തിന് എന്ന ധാരണയിൽ അവർ അർപ്പിക്കുന്ന പൂജകളും ആരാധനകളും സ്വീകരിക്കുന്നത് പിശാചാണ്. ഇത്തരം മൂർത്തികൾക്ക് സമർപ്പിച്ചവയെല്ലാം വിഗ്രഹാർപ്പിതങ്ങളാണ്. ഈ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നതിലൂടെ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആത്മാവ് രോഗബാധിതമാകും. ഇത് അവൻ്റെ ആത്മീയ മരണത്തിൽ കലാശിക്കുകയും ചെയ്യും. എല്ലാ വിജാതീയരും അവരുടെ ഭക്ഷണ സാധനങ്ങളിലെല്ലാം വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്നവയല്ല. എന്നാൽ പിശാചിന് സമർപ്പിച്ചത് മാത്രമേ ഭക്ഷിക്കാവൂ എന്ന് നിർബന്ധമുള്ള ഒരു മതമുണ്ട്. ബൈബിൾ രചിക്കുന്ന കാലത്ത് ഈ മതം രൂപം പ്രാപിച്ചിരുന്നില്ലെങ്കിലും ഇവർ സേവിക്കുന്ന ദേവൻ മറ്റൊരു പേരിൽ അന്നുമുണ്ടായിരുന്നു. സകല ഭൂവാസികൾക്കും ഭീഷണിയായിട്ടുള്ളതും പൈശാചികതയുടെ പൂർണ്ണരൂപവും എതിർ ക്രിസ്തുവിൻ്റെ എല്ലാ അടയാളങ്ങളും വഹിക്കുന്നതും വ്യഭിചാര ദുർബോധത്താൽ സ്ഥാപിതവുമായ ഈ മതത്തിൻ്റെ പേര് പറയാതെ തന്നെ വായനക്കാർക്ക് അതിനെ മനസ്സിലായെന്ന് കരുതുന്നു. മറ്റു വിജാതീയ മതങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ഒരുവനുമായി സൗഹൃദം സ്ഥാപിക്കുന്നവരുടെ ജീവിതത്തിൽ അകാല മരണം സുനിശ്ചിതമാണ്. അതെ, ഇസ്ലാമിക സൗഹൃദത്തിൽ മരണം സുനിശ്ചിതം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ 2 മരണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന പഠനത്തോടെയാണ് ഈ ലേഖനം നാം ആരംഭിച്ചത്. ആധ്യാത്മിക മരണവും ശാരീരിക മരണവുമാണ് ഈ മരണങ്ങളെന്ന് നാം മനസ്സിലാക്കുകയും ചെയ്തു. ശാരീരിക മരണത്തെ എല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കേണ്ടതാണെങ്കിലും ആത്മീയമായ മരണത്തെക്കുറിച്ച് ജാഗരൂകരാകേണ്ടത് ജീവൻ പ്രാപിച്ച ക്രിസ്ത്യാനികൾ മാത്രമാണെന്ന് നാം തിരിച്ചറിഞ്ഞു. സത്യദൈവത്തിൽ നിന്നും അവിടുത്തെ പ്രമാണങ്ങളിൽ നിന്നുമുള്ള വ്യതിചലനമാണ് ആത്മീയ മരണത്തിന് ഹേതുവാകുന്നതെന്ന കണ്ടെത്തലും നാം നടത്തി. വിജാതീയരുമായുള്ള കൂട്ടുകെട്ടിലൂടെ സംഭവിക്കാവുന്ന ആധ്യാത്മിക മരണത്തെക്കുറിച്ചുള്ള പഠനത്തിനിടയിലാണ് ഈ ഉപശീർഷകത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നത്. പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് തന്നെ തുടരാൻ ഇങ്ങനെയൊരു ഉപശീർഷകം അനിവാര്യമായിരുന്നു. കാരണം വിജാതീയത എന്ന വിഷസർപ്പത്തിൻ്റെ വിഷപ്പല്ലാണ് ഇസ്ലാമികത. ആയതിനാൽ എല്ലാ വിജാതീയ മതങ്ങളുടെയും ഒപ്പം ഇസ്ലാമികതയെ ചേർത്ത് വയ്ക്കാൻ സാധിക്കുകയില്ല. സൃഷ്ടിയുടെ പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള ബൈബിളിൽ എവിടെയെല്ലാം പിശാചിനെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ടോ ആ അടയാളങ്ങളെല്ലാം സമ്മേളിച്ചിരിക്കുന്നത് അല്ലാഹു എന്ന ഇസ്ലാമിക ദേവനിലാണ്. ഏദൻ തോട്ടത്തിൽ കണ്ട പുരാതന സർപ്പവും ബൈബിളിലുടനീളം കാണുന്ന ബാൽ ദേവനും വെളിപാടിൽ വിവരിച്ചിരിക്കുന്ന ഉഗ്ര സർപ്പവുമെല്ലാം ഈ അല്ലാഹുവിൻ്റെ വിവിധ രൂപങ്ങളാണ്. സൃഷ്ടിയുടെ പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള ഗ്രന്ഥത്തിൽ എവിടെയൊക്കെ വ്യാജപ്രവാചകനെക്കുറിച്ച് സൂചന നൽകിയിരിക്കുന്നുവോ അതെല്ലാം അല്ലാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിനെ പ്രതീകാത്മകമായി സൂചിപ്പിച്ചിരിക്കുന്നതാണ്. അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഏകലോക മതം ഇസ്ലാം മതമാണെന്ന് സ്ഥിരീകരിക്കുന്ന ലേഖനം മനോവയുടെ താളുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് പൈശാചികതയുടെ പൂർണ്ണതയാണ് ഇസ്ലാം മതം. ഈ കാരണത്താൽ ഇസ്ലാം മത വിശ്വാസിയായ ഒരുവനുമായി ദൈവജനത്തിന് യാതൊരു വിധത്തിലുള്ള ബന്ധവും ദൈവം അനുവദിച്ചിട്ടില്ല.
ദൈവപുത്രനെ നിഷേധിക്കുന്നവനുമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരുവനെ ദൈവപുത്ര സ്ഥാനത്ത് നിന്ന് അവിടുന്ന് നീക്കം ചെയ്യും. ബൈബിൾ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശുവ മശീഹ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് ഇവർ. ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും എതിർ ക്രിസ്തുവും. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. യേശുവായുടെ ദൈവത്വം നിഷേധിക്കുന്നവരുമായി നാം എപ്രകാരം വർത്തിക്കണമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ടു പോകുന്ന ഒരുവന് ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനും ഉണ്ട്. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അഭിവാദനമില്ലാതെ ഒരുവനുമായി സൗഹൃദത്തിൽ തുടരാൻ കഴിയുമോ? യേശുവ മരിക്കുകയും 3-ാം നാൾ ഉയർക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തിരുന്നില്ലെങ്കിൽ ക്രിസ്തീയത ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല. ആയതുകൊണ്ട് ഈ സത്യത്തെ നിഷേധിക്കുന്ന സമൂഹങ്ങളുമായോ വ്യക്തികളുമായോ ക്രിസ്ത്യാനിക്ക് യാതൊരു ബന്ധവും അനുവദനീയമല്ല. നമുക്ക് ജീവൻ നൽകിയവനെ നിഷേധിച്ചാൽ നാം മൃതരാകുമെന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത്. 1, 2, 3 പ്രമാണങ്ങളെ പരസ്യമായി ലംഘിക്കുകയും അതിന് ദൈവജനത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഏക മതം ഇസ്ലാം മതമാണെന്ന് നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. സത്യദൈവമായ യാഹ്വേ അവിടുത്തെ നാമം വെളിപ്പെടുത്തിയപ്പോൾ ഇപ്രകാരം അരുളി ചെയ്തു: ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവ്വപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. അങ്ങയുടെ പേരെന്താണെന്ന മോശയുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് അവിടുന്ന് തൻ്റെ പരിശുദ്ധമായ നാമം വെളിപ്പെടുത്തിയത്. അവിടുന്ന് അരുളി ചെയ്ത അവിടുത്തെ നാമം ഇതാണ്: ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാൻ ആകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. POC ബൈബിളിൽ കാണുന്ന ഈ പരിഭാഷയിൽ വലിയൊരു അപകടം കടന്നുകൂടി എന്നത് പലരും മനസ്സിലാക്കിയിട്ടില്ല. ഓരോ വാക്കുകളെയും വിവർത്തനം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കപ്പെട്ടു എന്നതാണ് ഇവിടെ സംഭവിച്ച അപകടം. യാഹ്വേ എന്ന അവിടുത്തെ നാമത്തെ പരിഭാഷപ്പെടുത്തിയപ്പോൾ വന്ന മാറ്റമാണ് ഞാൻ തന്നെ എന്നും ഞാൻ ആകുന്നവൻ എന്നുമൊക്കെയുള്ള രൂപാന്തരം. യാഹ്വേ എന്ന നാമത്തിൻ്റെ അർത്ഥം ലോകത്തിന് വെളിപ്പെടുത്തേണ്ടത് അനിവാര്യമായ കാര്യമാണ്. എന്നാൽ യാഹ്വേ എന്ന നാമത്തെ അപ്പാടെ നീക്കം ചെയ്തുകൊണ്ടാവരുത്. കാരണം ഇതൊരു പേരാണ്. സർവ്വപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണമെന്ന കൽപ്പനയോടെ ദൈവം നൽകിയ അവിടുത്തെ പരിശുദ്ധമായ നാമം. എന്നാൽ ബൈബിളിലുടനീളം കാണുന്ന ബാൽ ദേവനായ പിശാചിനെ അല്ലാഹു എന്ന് പുനർനാമകരണം ചെയ്യുകയും സത്യദൈവമായ യാഹ്വേ തന്നെയാണ് ഇവനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് മുഹമ്മദ് ഈ ലോകത്തെ വഞ്ചിച്ചു. ഈ വഞ്ചനയിൽ അകപ്പെട്ടു സത്യദൈവത്തെ തള്ളിക്കളഞ്ഞവരുടെ പിന്മുറക്കാരാണ് മുസ്ലിങ്ങൾ. സത്യദൈവത്തെ നിഷേധിച്ചുവെന്നു മാത്രമല്ല, അവിടുത്തെ പരിശുദ്ധ നാമം കളങ്കപ്പെടുത്തുകയും ഹുബാൽ എന്ന ബാൽ ദേവനെ, ചന്ദ്രദേവനെ അബ്രാഹത്തിൻ്റെ ദൈവമായി ഇവൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ അലംഘനീയമായ പ്രമാണങ്ങളിൽ 1-ാമത്തെയും 2-ാമത്തെയും ഒറ്റയടിക്ക് നിഷേധിക്കാൻ അല്ലാഹുവിൻ്റെ കിരീടധാരണത്തിലൂടെ മുഹമ്മദ് തയ്യാറായി. അങ്ങനെ ക്ഷമിക്കപ്പെടാത്ത പാപത്തിൻ്റെ ഇരകളായി ഒരു സമൂഹത്തെ ഒന്നടങ്കം മുഹമ്മദ് മാറ്റി. 3-ാം പ്രമാണമായ ശബാത്ത് ആചരണത്തെ മാറ്റിമറിച്ചുകൊണ്ട് സത്യദൈവവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രമാണങ്ങളെയും നിഷേധിക്കുന്ന ശപിക്കപ്പെട്ട സമൂഹമായി ഇസ്ലാമിനെ മാറ്റിയതും മുഹമ്മദ് എന്ന നരകസന്തതിയായിരുന്നു. ഇത്തരം പാപം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയത് കൊണ്ട് ഫലമില്ലെന്ന സന്ദേശമാണ് അപ്പസ്തോലനായ യോഹന്നാൻ നമുക്ക് നൽകിയിരിക്കുന്നത്.
കാരണം ഇവരുടെ പാപം മരണകരമായ പാപമാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ ജീവനെതിരെയുള്ള ഇസ്ലാമിക നിലപാട് ശ്രദ്ധിച്ചാൽ മതി. നിത്യജീവൻ പ്രാപിക്കാനുള്ള ഏക മാർഗം യേശുവായാണെന്ന സത്യത്തെ നിഷേധിക്കുകയെന്ന ലക്ഷ്യമായിരുന്നു ഇസ്ലാമിലൂടെ സാത്താൻ വിഭാവന ചെയ്തത്. യേശുവായുടെ ദൈവത്വം മാത്രമല്ല, പാപപരിഹാരാർത്ഥം അവിടുന്ന് നടത്തിയ ബലിയർപ്പണത്തെ പോലും നിഷേധിച്ചുകൊണ്ട് മനുഷ്യരുടെ നിത്യരക്ഷ ഇസ്ലാം തടഞ്ഞു. സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നിത്യരക്ഷയുടെ ഏക മാർഗമായ യേശുവായെക്കുറിച്ചും തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് മാനവരക്ഷയെ തടസ്സപ്പെടുത്തുന്നതിൽ ഇന്നും മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇസ്ലാമാണ്. ആയതിനാൽ ഈ സമൂഹത്തെ അഭിവാദ്യം ചെയ്യുകയോ ഇവരുടെ അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം നടത്തുകയോ ചെയ്യുന്നവർ യേശുവായുടെ രക്തത്തിനെതിരെ പാപം ചെയ്യുന്നു. അതുവഴി അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ജീവൻ നാം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് ഇസ്ലാമിക സൗഹൃദത്തിലൂടെ നേരിടേണ്ടി വരുന്ന ഒരു മരണം. ഇതൊരു ആത്മീയ മരണമാണ്. ഇസ്ലാം മത വിശ്വാസിയായ ഒരുവനുമായി ഒരു ക്രൈസ്തവൻ സൗഹൃദത്തിലായാൽ അല്ലാഹുവിനെ സത്യദൈവമായ യാഹ്വയാണെന്ന് പരിചയപ്പെടുത്തുന്ന രീതി ഇസ്ലാമിനുണ്ട്. ഈസായെ നമ്മുടെ യേശുവായാണെന്ന് പരിചയപ്പെടുത്തുന്നതാണ് അടുത്ത പടി. ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നും യേശുവ വാഗ്ദാനം ചെയ്ത സഹായകൻ മുഹമ്മദാണെന്നും സ്ഥിരീകരിക്കാനുള്ള ശ്രമവും ഇവൻ നടത്തും. ക്രിസ്തീയതയെ സംബന്ധിച്ച വ്യക്തമായ പഠനം ലഭിക്കാത്തവരും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിതം നയിക്കാത്തവരുമായ വ്യക്തിയാണ് ഇവനെ കേൾക്കുന്നതെങ്കിൽ നിശ്ചയമായും ഈ വ്യക്തി കെണിയിലകപ്പെടും. ഇത് ഈ വ്യക്തിയുടെ ആത്മീയ മരണമാണ്. ക്രിസ്തീയ പശ്ചാത്തലത്തിൽ വളരുകയും യേശുവായെ യഥാർത്ഥമായി അറിയുകയും ചെയ്ത വ്യക്തിയാണ് ഒരു ഇസ്ലാമിനെ കേൾക്കുന്നതെങ്കിലും അപകടമുണ്ട്. തർക്കത്തിന് ശ്രമിക്കാതെ ഒഴിഞ്ഞു മാറുന്നതിനായി അവൻ്റെ വാദങ്ങളെ ശരിവെക്കുകയോ മൗനം പാലിക്കുകയോ ചെയ്യുമ്പോഴും ആത്മീയ മരണം സംഭവിക്കുന്നു എന്നതാണ് ഈ അപകടം. കാരണം ശത്രുവിൻ്റെ പൈശാചിക സന്ദേശങ്ങൾക്ക് ചെവി കൊടുക്കുകയും അസത്യത്തോട് മൗനം പാലിക്കുകയും ചെയ്യുന്നതിലൂടെ സത്യം അവമതിക്കപ്പെടുന്നു. മാത്രവുമല്ല, ദൈവപുത്രനെ ഏറ്റുപറയാൻ ലജ്ജിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നവനിൽ ദൈവം വസിക്കുകയില്ല. ദൈവം ഒരുവനിൽ വസിക്കുന്നില്ലെങ്കിൽ അവന് ജീവനില്ല. യേശുവ ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. ഭയം മൂലമോ ലജ്ജ മൂലമോ ഈ സത്യം വെളിപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോയാൽ നഷ്ടപ്പെടുന്നത് നിത്യജീവനാണെന്ന് നാം അറിഞ്ഞിരിക്കണം. യേശുവ തന്നെ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും. ലൂക്ക എഴുതിയ ക്രിസ്തുവിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 8-9 വാക്യങ്ങൾ. യേശുവായാൽ നാം തള്ളപ്പെടാൻ കാരണമാകുന്ന ബന്ധങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ? ആരൊക്കെ എന്തെല്ലാം എതിർവാദങ്ങൾ ഉയർത്തിയാലും ഈ ബന്ധം ആവശ്യമില്ലെന്ന് മനോവ പറയും. ഇത് മനോവയുടെ യുക്തിയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണെന്ന് ആരും ധരിക്കേണ്ട. പരിശുദ്ധാത്മാവും ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണവും ആത്മാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാം ഒരു മതമായി രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ അവർക്ക് രൂപം നൽകിയ സാത്താൻ ഈ ഭൂമുഖത്തുണ്ടായിരുന്നു. യേശുവായുടെ മരണത്തോടെ പരാജയപ്പെട്ട അവൻ പുതിയ കുതന്ത്രങ്ങളുമായി വെടികൊണ്ട പന്നിയെപ്പോലെ പാഞ്ഞു നടക്കുന്നു. ക്രൈസ്തവ സഭയിൽ നുഴഞ്ഞു കയറിയ ഈ സാത്താൻ ക്രിസ്ത്യാനിയിലൂടെ തന്നെ ഇവൻ്റെ പുതിയ ആശയം ലോകത്തേക്ക് വിസർജിച്ചു. സാത്താൻ വിസർജിച്ച തൻ്റെ പൈശാചിക ആശയമാണ് ഇസ്ലാം മതം. വറക്ക ഇബ്നു നൗഫൽ എന്ന പൗരസ്ത്യ പാതിരിയിലൂടെ ആവിഷ്കരിക്കപ്പെട്ട ആശയമാണ് മുഹമ്മദിലൂടെ ഇസ്ലാം മതമായി ഉടലെടുത്തത്. ബൈബിൾ രചിക്കപ്പെട്ട കാലത്തൊന്നും പ്രത്യക്ഷപ്പെടാതിരുന്ന ഈ മതത്തെക്കുറിച്ച് അപ്പസ്തോലനായ യോഹന്നാൻ പ്രവചിച്ചു. ആ പ്രവചനം ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു: കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം വ്യാജ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത്
അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്കറിയാം. അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തു പോയത്. അവർ നമുക്കുള്ളവരായിരുന്നില്ല. നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോട് കൂടെ നിൽക്കുമായിരുന്നു. എന്നാൽ അവരാരും നമുക്കുള്ളവരല്ലെന്ന് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തുപോയി വറക്ക ഇബ്നു നൗഫൽ ഉണ്ടാക്കിയ ആശയത്തെ ചതിയിലൂടെ മുഹമ്മദ് സ്വന്തമാക്കുകയായിരുന്നു. മുഹമ്മദിൽ പ്രവാചകത്വം ആരോപിച്ച ആദ്യത്തെ മനുഷ്യൻ ഈ പൗരസ്ത്യ പാതിരിയായിരുന്നുവെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എതിർ ക്രിസ്തുവുമായോ അവൻ്റെ മതവുമായോ യാതൊരു ബന്ധവും ദൈവജനത്തിന് അനുവദനീയമല്ല. വിജാതീയരുടെ ഇടയിലേക്ക് യേശുവ നമ്മെ അയക്കുമ്പോൾ ഇങ്ങനെയൊരു മതം ഈ ഭൂമുഖത്ത് സ്ഥാപിതമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അരികിലേക്ക് നമ്മെ അയച്ചിട്ടുമില്ല. സത്യത്തെ മനഃപൂർവ്വം നിഷേധിച്ചവരുമായോ അവരുടെ തലമുറയുമായോ സഹവസിക്കുന്നവരെ ദൈവം അവരോടൊപ്പം എണ്ണും. അവർ നമുക്കുള്ളവരല്ലെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞിരിക്കെ അവരുടെ ഇടയിൽ വ്യാപരിക്കുന്നവർ ആത്മാവിനോട് മറുതലിക്കുന്നവരാണ്. ഈസാ നബി എന്ന പേരിൽ വ്യാജ ക്രിസ്തുവിനെ സൃഷ്ടിച്ചവരാണ് ഇക്കൂട്ടർ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോയവരാണ് ഇസ്ലാമിൻ്റെ പൂർവികരെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ ചരിത്രവും അവരുടെ ആവിർഭാവത്തിന് മുൻപ് സിറിയയിലും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന മതങ്ങളുടെ ചരിത്രവും അന്വേഷിച്ചാൽ മതി. ക്രൈസ്തവർ മാത്രം വസിച്ചിരുന്ന സിറിയയിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ക്രിസ്ത്യാനിയുടെ നാമം പോലുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ധിക്കരിച്ചുകൊണ്ട് ഈ ജനതയുമായി സഹവസിച്ചവരെല്ലാം ആത്മീയമായോ ശാരീരികമായോ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലരെങ്കിലും ഇസ്ലാമികത ഉപേക്ഷിച്ച് ക്രിസ്തീയതയെ സ്വീകരിക്കുന്നുണ്ടാകാം. എന്നാൽ അത് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുന്ന അനുഗ്രഹമാണ്. ഇസ്ലാം മതക്കാരുമായുള്ള സൗഹൃദ വലയത്തിൽ അകപ്പെട്ട് നിത്യജീവനിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട അനേകരുണ്ട്. യേശുവായെ ഈസാ നബിയായും യാഹുവയെ അല്ലാഹുവായും കരുതുന്ന ക്രൈസ്തവരും കുറവല്ല. മറിയം ബീവിയെയും ഈസാ നബിയെയും പ്രസംഗിക്കുന്ന ധ്യാനമന്ദിരങ്ങൾ പോലും കേരളത്തിലുള്ളത് നമുക്കറിയാം. കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ പോലും കടന്നുകൂടി ദൈവജനത്തെ വഞ്ചിക്കാൻ അല്ലാഹുവിനും കൂട്ടാളികൾക്കും സാധിച്ചു. ഇസ്ലാമിനെ വിളിച്ചു വരുത്തി കാലുകൾ കഴുകാൻ തയ്യാറാവുകയും അതുവഴി പിശാചിനെ അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഈ ദുരന്തങ്ങൾ. യേശുവായുടെ ദൈവത്വത്തെ നിഷേധിക്കുന്നവനാണ് എതിർ ക്രിസ്തുവെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എതിർ ക്രിസ്തുവിനെയും അവൻ്റെ അനുയായികളെയും ആദരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശുവായുടെ ദൈവപുത്ര സ്ഥാനത്തെ നിഷേധിക്കുന്നവർ ആരു തന്നെയായിരുന്നാലും അവർ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ ശില്പിയെ തിരിച്ചറിയാനും ഈ അടയാളം മതി. ഇസ്ലാമുമായുള്ള സൗഹൃദത്തിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു ദുരന്തമുണ്ട്. അവരിൽ നിന്ന് സഹായമായോ പ്രതിഫലമായോ എന്തെങ്കിലും നാം സ്വീകരിക്കുമ്പോൾ അവയൊക്കെ പിശാചിന് സമർപ്പിക്കപ്പെട്ടവയാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവരിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നവൻ വിഗ്രഹാർപ്പിതമായവ ഭക്ഷിക്കുന്നു. കാരണം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാത്തതൊന്നും ഇസ്ലാമിൻ്റെ പക്കലില്ല. ഇബാദത്ത് എന്നാൽ ഒരു സമർപ്പണമാണ്. ഇസ്ലാം മത വിശ്വാസിയിൽ നിന്നും വില കൊടുത്തു വാങ്ങുന്നവയിൽ പോലും അല്ലാഹുവിൻ്റെ പൈശാചികത നിറഞ്ഞു നിൽക്കുന്നു. ഇവരിൽ നിന്ന് വാങ്ങുന്നവ നാം ഭക്ഷിക്കുകയോ നമ്മുടെ ഭവനങ്ങളിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നമ്മിലും നമ്മുടെ ഭവനങ്ങളിലും ദൈവം വസിക്കുകയില്ല. യേശുവയുടെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവൃത്തികൾ ആരംഭിക്കുന്ന ക്രിസ്ത്യാനികൾ കുറവാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്ന മുഖപുരയോടെ അല്ലാതെ ഒരു പ്രവൃത്തിയും ഇസ്ലാം മത വിശ്വാസികൾ ചെയ്യാറില്ല. ഇവരുടെ ഈ വാക്കിലൂടെ അല്ലാഹുവിനുള്ള സമർപ്പണമാണ് ഇവിടെ നടക്കുന്നത്. ബിസ്മി ചൊല്ലി ഇവർ ചെയ്യുന്നവയിൽ അല്ലാഹു എന്ന പിശാച് ആവസിക്കുന്നു. ഇക്കാരണത്താൽ ഇവരുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്ന വസ്തുക്കളെല്ലാം പിശാചിന് സമർപ്പിക്കപ്പെട്ടവയും പിശാച് കുടികൊള്ളുന്നവയുമാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന ഇതാണ്: അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്. തീർച്ചയായും അത് അധർമ്മമാണ്. സൂറ 6-ാം അധ്യായം 121-ാം വാക്യം. ഇവരുടെ എല്ലാ പ്രവൃത്തികളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന വാക്കുകളിലാവുന്നു. കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ശപിക്കപ്പെട്ട വാക്കുകൾ ഇവിടെ ഉച്ചരിച്ചത്.
ആയതിനാൽ ഈ വാക്കുകൾ ശപിക്കപ്പെട്ടതാകട്ടെ. ഇത് കേട്ട ദൈവമക്കളെല്ലാവരും നിങ്ങളുടെ കാതുകളെ വിശുദ്ധീകരിക്കേണ്ടതിനായി യേശുവായ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാരണം ദൈവവചനം ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു: അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്, അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാനിടയാകരുത്. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 13-ാം വാക്യം. മറ്റു വിജാതിയർക്കെല്ലാം വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുന്ന രീതി ഉണ്ടെങ്കിലും എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്യാറില്ല. എന്നാൽ ഓരോ ഇസ്ലാം മത വിശ്വാസിയും അല്ലാഹുവിൻ്റെ അടിമയായി സ്വയം സമർപ്പിക്കപ്പെട്ടവരാണ്. ഇസ്ലാമിനെ മറ്റ് വിജാതീയരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതും ഈ സമ്പൂർണ്ണ പൈശാചികതയാണ്. യേശുവായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചിട്ടാണ് നാം ഭക്ഷിക്കുന്നതെങ്കിൽ ഒന്നും നമ്മെ ഉപദ്രവിക്കുകയില്ലെന്ന അപ്പസ്തോലൻ്റെ ഉപദേശത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ചവയാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത്. നിന്റെ മനസാക്ഷിയല്ല, അവൻ്റേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 28-29 വാക്യങ്ങൾ. അല്ലാഹുവിന് സമർപ്പിക്കാതെ ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ലെന്ന് പരസ്യമായി ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ മറ്റൊരാളുടെ സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല. അതിനാൽ ഇസ്ലാമിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടതോ ഇസ്ലാമിൻ്റെ ഔദാര്യമോ ആയ എന്തും ദൈവജനത്തിന് നിഷിദ്ധമാണ്. മനോവയുടെ ഈ വാക്കുകളെ പുച്ഛിച്ചു തള്ളുന്നവരോട് പറയാൻ ഒന്നുകൂടിയുണ്ട്. മനോവയുടെ ഈ വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, ദൈവവചനം കൊണ്ട് അംഗീകാര മുദ്ര ചാർത്തപ്പെട്ട വാക്കുകളാണിത്. ഇസ്ലാമിക സൗഹൃദത്തിലൂടെ ആത്മീയ മരണം ഏറ്റുവാങ്ങിയ അനേകരുണ്ടെന്ന വസ്തുത നാം വിസ്മരിക്കരുത്. ഇസ്ലാം മതക്കാർ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി അല്ലാഹുവിന് സമർപ്പിക്കപ്പെട്ടവരായതുകൊണ്ട് അവരിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി പോലും പൈശാചികമാണ്. അവരുടെ സാമീപ്യമുള്ള ദേശങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പൈശാചികത നാം മനസ്സിലാക്കിയിട്ടുണ്ട്. സാത്താന്മാരുടെ തലവനായ അല്ലാഹുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണ് ഒരു നാടിനെ അക്രമം കൊണ്ട് നിറയ്ക്കുന്നത്. ആനുകാലിക സംഭവങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ആർക്കും ഇക്കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഇസ്ലാമിക സൗഹൃദത്തിൽ ശാരീരിക മരണവും. അന്യമതക്കാരനായ ഒരുവനെ ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചിട്ടും അവൻ വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവനെ വധിക്കണം എന്നതാണ് ഇസ്ലാമിക നിയമം. ഇസ്ലാം മതവിശ്വാസിയായ ഏതൊരുവൻ്റെയും സൗഹൃദത്തിന് പിന്നിൽ കാപട്യം മറഞ്ഞിരിപ്പുണ്ട്. അല്ലാഹുവിൻ്റെ ഉപദേശം നോക്കുക: സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളുമാണുതാനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. സൂറ 5-ാം അധ്യായം 51-ാം വാക്യം. യഹൂദനെയോ ക്രിസ്ത്യാനിയെയോ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന ഇസ്ലാമിനെ ഇസ്ലാമായി പരിഗണിക്കുകയില്ലെന്ന ആയത്ത് നിലനിൽക്കുന്നിടത്തോളം ഇവരുടെ സൗഹൃദത്തെ സൂക്ഷിക്കണം. ഖുർആന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ഇസ്ലാം പ്രവർത്തിക്കുമെന്ന് ആരും ചിന്തിക്കരുത്. സാഹചര്യം അവർക്ക് അനുകൂലമായി വരുന്ന സമയത്ത് അവർ നിങ്ങളുടെ തല വെട്ടും. കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശം ഇതാണ്: ആകയാൽ സത്യനിഷേധികളുമായി നിങ്ങൾ ഏറ്റുമുട്ടിയാൽ പിരടികളിൽ വെട്ടുക. സൂറ 47-ാം അധ്യായം 4-ാം വാക്യം. മറ്റൊരു കൽപ്പന ഇങ്ങനെ: അവിശ്വാസികളെ നിങ്ങൾ എവിടെയെല്ലാം കാണുന്നുവോ അവിടെ വെച്ച് കൊന്നുകളയുക. സൂറ 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വഴിയിൽ വീണുകിടക്കുന്ന ഒരു ഇസ്ലാമിൻ്റെ മുന്നിൽ നല്ല സമരിയാക്കാരനാകാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം മരണമായിരിക്കും. എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയുണ്ടാകുന്ന നിമിഷത്തിൽ അവൻ നിങ്ങളുടെ മേൽ ആധിപത്യം ഉറപ്പിക്കും. അവൻ്റെ വിശ്വാസത്തിലേക്ക് പോകാൻ തയ്യാറാകാതിരുന്നാൽ നിങ്ങൾ മുൻപ് നൽകിയ ഒരു സേവനവും അവൻ പരിഗണിക്കുകയില്ല. അവൻ നിങ്ങളെ വധിച്ചില്ലെങ്കിൽ കൊലയാളികളുടെ കരങ്ങളിൽ അവൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ഇസ്ലാമിനെ സഹായിക്കുന്ന വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും ഇത് തന്നെയാണ് ഓഹരി. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തെണ്ടി നടന്ന മുസ്ലിങ്ങൾക്ക് അഭയം നൽകിയ
ക്രൈസ്തവ രാജ്യങ്ങളുടെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. അഭയം തേടി വന്നവനെ ഭയന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പോലും വിഷമിക്കുന്ന വ്യക്തികളെ മനോവയ്ക്കറിയാം. ലോകത്തെവിടെയുമുള്ള ഇസ്ലാമിൻ്റെ പൊതു സ്വഭാവമാണിത്. യൂറോപ്പിൻ്റെ ഇന്നത്തെ അവസ്ഥ സകലർക്കും ഒരു പാഠമാകട്ടെ. ഇസ്ലാമിനോട് സഹാനുഭൂതി കാണിക്കണമെന്ന് കരുതുന്നവർക്ക് മുന്നിലെ ഭീകര ദൃഷ്ടാന്തം. ഒരു മുസ്ലിം യുവാവിനെ സ്വന്തം കിഡ്നി നൽകി സഹായിച്ച യുവതിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥ ഈ അടുത്ത നാളിൽ നാം കണ്ടതാണ്. കേരളത്തിൽ നടന്ന ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ അറിയാനായി മനോവയുടെ ലേഖനത്തിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് സന്ദർശിച്ചാൽ ഇവരുടെ ഭീകരാവസ്ഥ മനസ്സിലാവും. ഇസ്ലാമിൽ മിതവാദികളുണ്ടെന്ന് കരുതുന്നവർ യാഥാർത്ഥ്യം തിരിച്ചറിയാത്തവരാണ്. എതിർക്കാനുള്ള സാഹചര്യമില്ലാത്ത അവസ്ഥകളിൽ ഇസ്ലാം സ്വീകരിക്കുന്ന അടവ് നയത്തിൻ്റെ പേരാണ് മിതവാദം. ഇസ്ലാം മതം ആരംഭിച്ച നാളുകളിൽ മുഹമ്മദും മിതവാദിയായിരുന്നു. കുടലിൽ മണ്ണ് പറ്റാതിരിക്കാൻ മുഹമ്മദ് അന്ന് സ്വീകരിച്ച നിലപാട് തന്നെയാണ് ന്യൂനപക്ഷമായിരിക്കുമ്പോൾ എവിടെയും ഇവർ സ്വീകരിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ രാജ്യങ്ങളിൽ ഇവർക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും യഥാർത്ഥ മുഖം ഇവർ പുറത്തെടുക്കും. കാരണം ക്രിസ്ത്യാനികളെ നയിക്കാൻ ആണുങ്ങളായ നേതാക്കന്മാർ ഇല്ലെന്നത് ഇവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ മീഡിയകളിൽ പോലും ഇസ്ലാമിക സൗഹൃദം സൂക്ഷിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം അവസരം അനുകൂലമാകുമ്പോൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം അവൻ വെളിപ്പെടുത്തും. ഇസ്ലാമിന് എതിരായവരെ ഉന്മൂലനം ചെയ്യുക എന്നത് ഇവരിൽ നിറഞ്ഞു നിൽക്കുന്ന പൈശാചികതയാണ്. ആയതിനാൽ മനോവ ആവർത്തിച്ചു പറയുന്നു, ഇസ്ലാമിക സൗഹൃദം നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും. ആത്മീയമായി നിങ്ങളെ വധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശാരീരികമായി വകവരുത്തും. അല്ലെങ്കിൽ അവൻ ഇസ്ലാം അല്ല. ഈ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസികൾക്ക് വിശ്വാസത്തിൽ ശക്തി പകരുകയും അവരെ ക്രിസ്തീയതയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് മനോവ ശുശ്രൂഷ ചെയ്യുന്നത്. ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയായിരിക്കാൻ സഹായിക്കുക എന്ന ദൗത്യം മനോവ ഏറ്റെടുത്തിട്ടുണ്ട്. ക്രിസ്ത്യാനിയായിരിക്കാൻ ക്രിസ്ത്യാനി തയ്യാറായാൽ ഒരു ശത്രുവും ക്രിസ്ത്യാനിയെ സമീപിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകം എന്തും പറഞ്ഞുകൊള്ളട്ടെ, ലോകത്തിൻ്റെ വാക്കുകൾക്ക് ക്രിസ്ത്യാനി ചെവി കൊടുക്കേണ്ടതില്ല. ലോകം നമ്മെക്കുറിച്ച് എന്തു പറയുന്നു എന്നതല്ല, മറിച്ച് ദൈവം നമ്മെക്കുറിച്ച് എന്തു പറയുന്നു എന്നതായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും ചിന്തിക്കേണ്ടത്. യാക്കോബും ഇസ്രായേലുമാകാൻ ക്രിസ്ത്യാനി തയ്യാറായാൽ ഒരു ആഭിചാരവും അവരുടെ മേൽ ഏൽക്കുകയില്ല. യേശുവയുടെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. യൂട്യൂബിലൂടെ മനോവ നൽകുന്ന ഈ സന്ദേശം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മനോവയുടെ ഈ ശുശ്രൂഷയിൽ സഹകാരികളാകാൻ ആഗ്രഹിക്കുന്നവർ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. യേശുവ സകലരെയും അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ.